और आपने अनुमति प्रदान की है, इसलिए मैं आपका आभारी हूँ। हमारे संविधान के आर्टिकल 323A और 323B में ये उपबंधित किया गया है और बाद में एक फोरेंसिक कमेटी की रिकमेंडेशन के आधार पर 42वें संविधान संशोधन 1976 के अंतर्गत संविधान में शामिल किया गया ट्रिब्यूनल की व्यवस्था को, ये मैं बताना चाहता हूँ। और इससे देश आज़ादी से पहले भी एक हमारे यहाँ ट्रिब्यूनल था, ITAT, इनकम टैक्स ट्रिब्यूनल, तो वो 1941 का था, लेकिन ये 76 में। കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് സഭയിലെത്തിയേക്കുമെന്ന സൂചനകൾ കൂടിയുണ്ട്. സഭ ആരംഭിക്കുമ്പോൾ അമിത്ഷായുടെ സാന്നിധ്യം ഉണ്ടാകുമെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു സൂചന നൽകിയിരുന്നതാണ്. അമിത്ഷാ സഭയിൽ എത്തണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തമായതോടെ പാർലമെന്റ് ഇന്നും സ്തംഭിച്ചു. कॉम्प्लीमेंट्री संस्था के रूप में भूमिका निभाता है, जिससे स्पीडी एंड इफेक्टिव जस्टिस डिलीवरी के अल्टीमेट गोल प्राप्त किया जा सके, ये ट्रिब्यूनल की व्यवस्था है। माननीय अध्यक्ष महोदय, समय के साथ ट्रिब्यूनल की संख्या बढ़ी, अलग अलग मिनिस्ट्री डिपार्टमेंट के एडमिनिस्ट्रेटिव स्ट्रक्चर के अंतर्गत इसके लिए अलग अलग सिस्टम विकसित हुए। इससे ट्रिब्यूनल इकोसिस्टम में फ्रैगमेंटेशन, मल्टीप्लिसिटी ऑफ द प्रोसीजर एंड एडमिनिस्ट्रेटिव वेरिएशन जैसी चुनौतियां सामने आई, चुनौतियां। ഡി ധനസുമോദ് വിശദാംശങ്ങൾ നൽകും. സുമോദ്, എങ്ങനെയെങ്കിലും അമിത്ഷായെ പാർലമെന്റിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് കഴിഞ്ഞ ദിവസങ്ങളിലും ഇപ്പോൾ ഈ മണിക്കൂറുകളിലുമൊക്കെ പ്രതിപക്ഷം കനത്ത പ്രതിഷേധം ഉയർത്തുന്നത്. ഒടുക്കം അമിത്ഷാ എത്താൻ പോകുന്നു എന്ന സൂചന മന്ത്രി കിരൺ റിജിജു തന്നെ നൽകിയതാണ്. എപ്പോഴത്തേക്കായിരിക്കും അമിത്ഷാ പാർലമെന്റിൽ എത്താൻ സാധ്യത? അത് ഉറപ്പുള്ള കാര്യമാണോ സുമോദ്? കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉടൻ തന്നെ പാർലമെന്റിലെത്തും എന്നുള്ള സൂചന തന്നെയാണ് ഇപ്പോൾ പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു നൽകിയിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് പ്രസ്താവന നടത്തണം എന്നാണ് പ്രതിപക്ഷ നേതാവിൻ്റെ ആവശ്യം. പക്ഷേ പ്രസ്താവന നടത്തുക മാത്രമല്ല, ചർച്ചയിൽ പങ്കെടുക്കാനും തയ്യാറാണ് എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ കിരൺ റിജിജു അറിയിച്ചിരിക്കുന്നത്. അതായത് പോലീസ് ലാത്തിചാർജ്, വിദ്യാർത്ഥി പ്രക്ഷോഭം, CJP സമരവുമായി ബന്ധപ്പെട്ട പോലീസ് നടപടികളെല്ലാം വിശദമായി തന്നെ ചർച്ച ചെയ്യാൻ തങ്ങൾ തയ്യാറാണ് എന്നുള്ളൊരു കാര്യം അറിയിച്ചിരിക്കുകയാണ്. അങ്ങനെ നീണ്ട 16 ദിവസത്തെ സ്തംഭനത്തിന് ശേഷം പാർലമെന്റിന്റെ കുരുക്കഴിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. പക്ഷേ നേരത്തെ സൈഫു ചോദിച്ചതുപോലെ അമിത്ഷായെ നേരിൽ കണ്ടാൽ മാത്രമാണ് ഇക്കാര്യത്തിൽ തങ്ങൾക്കൊരു വിശ്വാസമുണ്ടാകുക, ഒരു ഉറപ്പുണ്ടാകുക. അതുകൊണ്ട് അമിത്ഷാ ആദ്യം സഭയിൽ വരട്ടെ, അതിനുശേഷം കാര്യങ്ങൾ തീരുമാനിക്കാം എന്ന് തന്നെയാണ് പറഞ്ഞത്. കിരൺ റിജിജു പറയുന്നത് പ്രതിപക്ഷം ആദ്യം ബഹളം വെക്കാതിരിക്കണം, ഈ പ്രതിഷേധം ഒഴിവാക്കണം, ഈ പ്രതിഷേധം ഒഴിവാക്കി ചർച്ചയ്ക്കുള്ള അവസരം ഒരുക്കിയെങ്കിൽ മാത്രമായിരിക്കും അമിത്ഷാ സഭയിലെത്തുക എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. ഇരുഭാഗവും അവരവരുടെ വാദങ്ങളിൽ ഉറച്ചു നിൽക്കുകയാണ്. ലോക്സഭ ബഹളത്തോടുകൂടി തന്നെയാണ്, പ്രതിഷേധത്തോടുകൂടി തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതേസമയം രാജ്യസഭ ആരംഭിച്ച് മിനിറ്റുകൾക്കകം തന്നെ പിരിയുകയായിരുന്നു. കാര്യം പ്രതിഷേധം വളരെ ശക്തമായിട്ടാണ് പ്രതിപക്ഷ എംപിമാരുടെ ഭാഗത്തു നിന്നും ഉച്ചയ്ക്ക് ശേഷം രാജ്യസഭയിൽ ഉണ്ടായത്. അല്പനിമിഷത്തേക്ക് മാത്രമാണ് രാജ്യസഭ പിരിഞ്ഞിരിക്കുന്നത്. 2:15 രാജ്യസഭ വീണ്ടും ചേരും എന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. 2:15 ലോക്സഭ വീണ്ടും ചേരുമ്പോൾ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതും ആകാംക്ഷയാണ്. എന്തായാലും കനത്ത പ്രതിപക്ഷ പ്രതിഷേധത്തിനൊടുക്കം അമിത്ഷാ പാർലമെന്റിലെത്തിയേക്കും, ലോക്സഭയിലെത്തിയേക്കും എന്നുള്ള സൂചനകളാണ് നേരത്തെ പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി കൂടിയായ കിരൺ റിജിജു നൽകിയത്. പ്രതിപക്ഷ നീക്കം ഫലം കാണുമോ എന്നുള്ളതാണ്. ഇനിയിപ്പോൾ അമിത്ഷാ എത്തിയാൽ തന്നെ സുമോദ്, പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത് പോലെ ഈ കുട്ടികളെ മർദ്ദിച്ച വിഷയത്തിലടക്കം ആഭ്യന്തരമന്ത്രി വിശദീകരണം നൽകണമെന്നാണല്ലോ ആവശ്യം. അപ്പോൾ CJP സമരത്തെ അടിച്ചമർത്തിയ വിഷയങ്ങളിലടക്കം ആഭ്യന്തരമന്ത്രിയുടെ ഒരു വിശദീകരണത്തിന് കൂടി സാക്ഷിയാകുമോ ഇന്ന് ലോക്സഭ? രാജ്യസഭ മാത്രമാണ് ഇപ്പോൾ തൽക്കാലത്തേക്ക് പിരിഞ്ഞിരിക്കുന്നത്. ലോക്സഭ പ്രതിപക്ഷ പ്രതിഷേധത്തോടുകൂടി തന്നെ തുടരുകയാണ്. പ്രതിപക്ഷത്തിന്റെ ഒരു ഇത്തരത്തിലുള്ള പ്രതിഷേധം മറികടന്നുകൊണ്ട് ബില്ല് അവതരണവും ബില്ല് പാസ്സാക്കലുമാണ്
പ്രധാനമായും ഇപ്പോൾ ഭരണകക്ഷി ഉന്നയിച്ചിരിക്കുന്നത് ആഗ്രഹിക്കുന്നത്. കാരണം പ്രധാനമായും 4 ബില്ലുകളാണ് ഇന്ന് സഭയിലെത്തുന്നത്. ഇതിൽ കേരളവുമായി ബന്ധപ്പെട്ട ബില്ലുകൾ ഉണ്ട്. കേരളം എന്ന പേര് കേരള എന്നുള്ളത് മാറ്റി കേരളം എന്നാക്കുന്ന ബില്ല് ഇന്ന് അമിത്ഷാ അവതരിപ്പിക്കേണ്ടതായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ സഹമന്ത്രിയായിട്ടുള്ള ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായിയാണ് ഈ ബില്ല് അവതരിപ്പിച്ചത്. ഇതുകൂടാതെ സഹകരണ ഭേദഗതി ബില്ല് വരുന്നുണ്ട്. ഇതും അമിത്ഷായുടെ വകുപ്പാണ്. അതിൽ തന്നെ സഹമന്ത്രിയായിട്ടുള്ള മുരളീധറാണ് ഈ ബില്ല് തുടക്കമിട്ടത്, ബില്ല് അവതരിപ്പിച്ചത്. ഇനി ഈ പ്രതിഷേധത്തിനിടയിൽ തന്നെ ചർച്ച കൂടാതെ ഈ ബില്ലുകൾ പാസ്സാക്കുമോ എന്നുള്ളൊരു കാര്യമാണ് കണ്ടറിയേണ്ടത്. പ്രതിഷേധം ഒരു ഭാഗത്ത് തുടരുകയാണ്. പക്ഷേ കിരൺ റിജിജു പറയുന്നത് ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ അമിത്ഷാ വരണം. പക്ഷേ അമിത്ഷാ എത്തും. പക്ഷേ അമിത്ഷാ എത്തുകയാണെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ഈ സഭ ക്ലിയർ ചെയ്യുക, പ്രതിഷേധം ഒഴിവാക്കുക. ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധത്തിന്റെ സാഹചര്യത്തിലേക്ക് അമിത്ഷയ്ക്ക് കടന്നു വരാൻ കഴിയില്ല. അതുകൊണ്ട് പ്രധാനമന്ത്രിയോടും അമിത്ഷയോടും നിരന്തരമായി പ്രതിപക്ഷം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇക്കാര്യത്തിൽ പ്രസ്താവന നടത്തണം എന്നുള്ളതായിരുന്നു. കേവലം പ്രസ്താവനയിൽ ഒതുക്കുന്നില്ല, മറിച്ച് ജന്തർ മന്ദറിൽ എന്തൊക്കെ സംഭവിച്ചു അതെല്ലാം വിശദമായിട്ട് തന്നെ മറുപടി പറയാൻ തങ്ങൾ തയ്യാറാണ് എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്.